പ്രവർത്തനം ഒരു സൃഷ്ടിയും പ്രതികരണം ഒരു നാശവും. പ്രവർത്തനം ഒരു സൃഷ്ടിയും പ്രതികരണം ഒരു നാശവും ഉൾക്കൊള്ളുന്ന അസ്തിത്വത്തെ രൂപപ്പെടുത്തുന്ന ഒരു ദുശക്തിക്ക് സമാനമാണ്. ഒന്ന് നിർമ്മിക്കുന്നതും മറ്റൊന്ന് പൊളിക്കുന്നതുമാണ്. ഈ ആശയം ഭൗതിക നിയമങ്ങളെ മറികടന്ന് മനുഷ്യൻ്റെ പെരുമാറ്റത്തിൻ്റെയും ധാരണയുടെയും മേഖലയിലേക്ക് ഉയർത്താൻ കഴിയും. ഓരോ പ്രവർത്തനവും ഒരു ചെയിൻ റിയാക്ഷൻ സജ്ജീകരിച്ച് പരസ്പര പ്രതികരണം സൃഷ്ടിക്കുന്നു. പ്രവർത്തനവും പ്രതികരണവും തമ്മിലുള്ള പരസ്പര ബന്ധം ജീവിതത്തിലെ സംഭവങ്ങളുടെ ഗതി നിർണയിക്കുന്നതിൽ നിർണായകമാണ്. നാം നമ്മുടെ സാഹചര്യങ്ങളുടെ വിദഗ്ധരാണ്. നമ്മുടെ പ്രവർത്തനങ്ങളുടെ അലയൊലികളിലൂടെ നമ്മുടെ നിലനിൽപ്പിനെ നയിക്കുന്നു. പ്രതികരണങ്ങൾ യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്തുന്നു. പോസിറ്റീവ് പ്രതികരണങ്ങൾ സർഗാത്മകത വളർത്തുന്നു. നവീകരണവും വളർച്ചയും കൊണ്ട് ജീവിതത്തെ സമ്പന്നമാക്കുന്നു. മറിച്ച് നെഗറ്റീവ് പ്രതികരണങ്ങൾ പുരോഗതിയെ തടസ്സപ്പെടുത്തി ജീവിതപാതയിൽ തടസ്സങ്ങൾ സംജാതമാക്കുന്നു. കഷ്ടപ്പാടുകൾ ഒരു ദൈവിക ശിക്ഷണമായി സ്വീകരിക്കുന്നത് പലപ്പോഴും നമ്മുടെ കഴിവുകളെ പരിമിതപ്പെടുത്തുന്നു. വെല്ലുവിളികൾ നിറഞ്ഞ നിമിഷങ്ങളിൽ അനുയോജ്യമായ തിരഞ്ഞെടുപ്പുകൾ ജീവിതത്തെ യാഥാർത്ഥ്യമാക്കും. നിലവിലെ സ്ഥിതി സ്വീകരിക്കുക, ഊർജം സംരക്ഷിക്കുക, പൊരുത്തപ്പെടുക, അല്ലെങ്കിൽ ഒരു പുതുക്കിയ വീക്ഷണം ഉപയോഗിച്ച് സാഹചര്യങ്ങളെ പരിവർത്തനം ചെയ്യാൻ ധൈര്യപ്പെടുക. അതല്ല എങ്കിൽ ജീവിതത്തിൻ്റെ ഏറ്റവും മികച്ച വശങ്ങൾ അനാവരണം ചെയ്തുകൊണ്ട് പ്രതികൂല സാഹചര്യങ്ങളെ ഒരവസരമായി ഉപയോഗിക്കുക. യഥാർത്ഥ കർമ്മം നിയമത്തിൻ്റെ ചങ്ങലകളാൽ ബന്ധിക്കപ്പെടാതെ സ്വാതന്ത്ര്യത്തിൽ തഴച്ചു വളരുന്നു. നിയമങ്ങൾ പ്രവർത്തനത്തെ പരിമിതപ്പെടുത്തുന്നു. എന്നാൽ സ്വയം നിയന്ത്രിതമായ പ്രവർത്തനം ജീവിതത്തെ ധന്യമാക്കി പുരോഗതിയിലേക്ക് എത്തിക്കുന്നു. സൃഷ്ടിയുടെയും പ്രതികരണത്തിൻ്റെയും പ്രാപഞ്ചിക ഇടപെടലുകൾക്കിടയിൽ നമ്മുടെ വിധി രൂപപ്പെടുത്തുവാൻ നമ്മെ അനുവദിക്കുന്നു. അങ്ങനെ ജീവിതം ധന്യമാകുന്നു. ശ്രോതാക്കൾക്ക്